Yeah, feel better. ഗുഡ് ഗുഡ്. Yeah. നമ്മൾ എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ ഉള്ളപ്പോൾ എന്താണെന്നറിയോ? എന്ത്? നമ്മളിങ്ങനെ കടലിലേക്ക് നോക്കി തിരമാലകളെ നോക്കി നിൽക്കണം. അപ്പം മനസ്സിന് കാമാവും. കാമായില്ലേ? അതെന്താ വള്ളിയാണോ? വള്ളിയാണെങ്കിൽ എന്താ ഒരു ഇടി വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ആകെ 2 പഴവും പച്ചവെള്ളം ഉണ്ട്. ഇതൊക്കെ ആരാടാ കോപ്പേന്ന്? ആരാടാ കോപ്പേന്ന് ചോദിച്ചു. ഡോക്സിനെ പൊക്കണ്ട. ഇതെന്ത് പറ്റിയതാ? അറിയത്തില്ല. ഒരു സർക്കിളല്ലേ? ശരി, പരിപാടി. ബ്ലൂ ഹെയർ. ഹലോ സുഹൃത്ത്, എന്നെ സൗണ്ട് കേക്കണ്ട? ചെവിയിലെ ചോദിക്കണല്ല. ഹലോ 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 ആരാ വണ്ടി ഓടിച്ചത്? എന്റെ പേര് ഐറ. ഇതാരാ വണ്ടി ഓടിച്ചത്? ബോധം വന്ന വണ്ടി ഓടിച്ച കാർ ഓടിച്ചാരാ? ഇങ്ങോട്ട് എന്തോ ഞണ്ട് കടിച്ചു പോയിരിക്കുള്ളൂ. എന്ത് പ്രശ്നം? കൊച്ചുവിനെ വേറെ കാർ ഓടിച്ചോണ്ട് ഇടിച്ച്. ഒരു കാർ ഇടിച്ചിട്ട് ചത്ത്. ബ്രോ കണ്ടായിരുന്നോ കാർ ഓടിച്ചാരെങ്കിലും? ഞാനിപ്പോഴല്ലേ നടന്നല്ലേ മോനെ. ഞാൻ ഒരു ഫോട്ടോ എടുത്തോണ്ട് ഒരു വണ്ടി ഒന്ന് ഇടിച്ചിട്ട് പോണുണ്ടായിരുന്നു. ആ വണ്ടിക്ക് ബ്രോ നീ കണ്ടില്ലടാ? ഞാൻ കണ്ടായിരുന്നല്ലോ. അറിയാതെ വന്നിരിക്കാണ് പോട്ടെന്ന്. ഇതൊരുമാതിരി ഊമ്പലായി പോയി. ഞാൻ അയാളോട് പറഞ്ഞില്ലേ? അയാളോട് ഞാൻ പറഞ്ഞില്ലേ ഇടി വരും? ഞാൻ പറയാം. അയ്യോ ആളാരെന്ന് പറയാം. മറ്റേ MRC ഉസ്മാൻ. അവനോടെ MRC എന്ത് പറയാന്നല്ലേ നമുക്കെന്തോ? ഉസ്മാനെ ഞങ്ങൾ അറിയുന്നത്. എനിക്ക് ഏത് കഴിവ് അറിയാൻ? ഒരു തലയില് സ്കാർഫ് ഇട്ടാ ബ്രോ. എന്ത് ഇടിക്കാൻ കാരണം എന്ത്? ആ പെണ്ണവന്റെ അറിയാം, എനിക്കറിയാം. നീലല്ല. ഉസ്മാനാരാ? അറിയത്തില്ല. ഇത് ജബ്ബാർ. ഞങ്ങളെ വണ്ടി ഇടിച്ചവൻ ഇട്ടേ ചോദിക്കാൻ വന്നേ. എന്തേ ഉസ്മാന്റെ അണ്ടി കുണ്ടച്ചു. ഒരു മര്യാദക്ക് കാര്യം ചെയ്തോണ്ടിരിക്കും. ഊമ്പിത്തരം കാണിക്കുന്നു. ഒരു അത് മനപ്പൂർ ഇടിച്ച് ആദ്യം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരുന്ന കണ്ടപ്പോഴേ അവൻ ഇടിക്കാൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഏറ്റവും പാർട്ടി നടപ്പുണ്ട് അവിടെ. ഈ നമ്മൾ ഈ ബീച്ചിന്റെ ഏറ്റവും നടപ്പുണ്ട്. അവിടെ ചെന്നിട്ടേ MRCയില് ഇവനെ ചോദിച്ചാൽ മതി. ഉസ്മാനെ നീ കണ്ടാണോ അവനാന്നുള്ളത്? ഞാൻ സൈമണോ? ഗ്യാങ്ങാണോ? അല്ല ഞാൻ സിറ്റിസണോ. ആരാണല്ലോ ഇപ്പൊ? എന്താ കംപ്ലൈന്റ് ആക്കുക കേട്ടോ നിങ്ങള് വന്ന ശേഷം വീണ്ടും ഇങ്ങനെ പറയുക. എനിക്ക് പക്ഷെ ഇപ്പൊ വന്ന് പറഞ്ഞവനില്ലേ അവ അവിടെ നിന്ന് ഞാൻ തിരിച്ചിട്ട് വരാന്നെന്തോ പറയുന്നു. അവ ഇനി എന്തോ
ജബ്ബാറ വണ്ടി കയറാം എന്തിയേ വെള്ളം ഇല്ല എന്റെ ആ പോയി റെഡി ജബ്ബാറിനെ വിളിടാ ജബ്ബാറിനെ വിളിടാ യുവസിന്റെ വണ്ടി ഉണ്ട് ഇങ്ങോട്ട് എടാ ജബ്ബാറിനെ എടുക്കടാ റൈറ്റ് പോയടാ കൊച്ചിനെ എടാ ലെഫ്റ്റ് എടാ പുറകിലടാ ഇതോ അതല്ലടാ നീ ലെഫ്റ്റ് അതുണ്ടോ അവിടെ എടാ ലെഫ്റ്റ് അറിഞ്ഞൂടെ ഇതല്ലേ ലെഫ്റ്റ് എടാ റൈറ്റ് താഴെ സ്ലൈഡ് ചെയ്ത് അതുണ്ടോ നേരെ പോ വേണ്ട ആ നിർത്ത് ഹലോ ഹലോ ബ്രോ ഉസ്മാനെ വല്ല കണ്ടായിരുന്നോ ഉസ്മാൻ എന്ന് പറഞ്ഞ ആള് മണലില് തലപൂത്തി കിടക്കുക. ബ്രോ നിങ്ങളാണ് മറ്റേ അവിടെ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചത് കണ്ടുവരാം അടുത്തത് പൊന്നു സാമേ എല്ലാരും തീർന്ന സോറി കേട്ടാ വണ്ടി ഭയങ്കര ഹലോ ബ്രോ ഹലോ ഹലോ നിങ്ങളാണ് മറ്റേ കാറ് കൊണ്ട് രണ്ട് ഇടിക്കൊണ്ടേ ബീച്ചിൽ എന്താ കണ്ണ് കാണാൻ മേലെ കണ്ണ് കാണാൻ മേലെടാ ഇവിടെ ഹെൽത്ത് ഡ്രൈവർ നീ അല്ലേ ഡ്രൈവർ നീയാനും കുട്ടാ മോനെ 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 നീ കളിക്കല്ലേ നീ കളിക്കല്ലേ നീ കളിക്കല്ലേ നീ കളിക്കല്ലേ നീ കളിക്കല്ലേ നീ നീ എല്ലാ ഡ്രൈവർ മോനെ 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 എടാ രണ്ട് ഉന്നം മാറിപ്പോയാ വേറെ ആളെ വെച്ചാണ് നിനക്കൊക്കെ വായില്ലേ ഒന്ന് വന്നിട്ട് സോറി പറയാൻ ഓടിച്ചെന്ന് പറയാൻ നിക്കല്ലേ നീ കളിക്കല്ലേ നീ ഇറങ്ങി ഇറങ്ങി രണ്ട് വട്ടം വന്ന് ഇടിച്ച നീ വണ്ടി ഇടിക്കുന്ന കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത് നമ്മള് മാന്യമായിട്ട് ഇവിടെ പരിപാടി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് കുറച്ചോണ്ട് വരരുത് ഉമ്മ ഒന്ന് ഇടിക്കണേ എന്തിനാ ഒരു വട്ടം ഇടിച്ചു ഓക്കെ രണ്ടാമത് ഇടിച്ചു എടാ വന്ന് ഇടിച്ചു നീ ഒരു കാര്യം നീ അത് വന്ന് റിവേഴ്സ് എടുത്ത് വന്ന് വീണ്ടും വന്ന് ഇടിച്ചു നിന്റെ വരവ് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇടിക്കാൻ പറ്റുമെന്ന് ഉസ്മാനെ നീ കളിക്കല്ലേ ഞങ്ങള് മനഃപൂർവ്വം ഇടിച്ച പക്ഷെ നിങ്ങളല്ലേ ഇടിച്ച വേറൊരാള് എടാ അതൊന്നും അറിഞ്ഞാ വന്നിട്ട് പറയണം ഊറ്റിത്തരാ കാണിക്കണേ എന്ത് പറഞ്ഞാലും ഇടിച്ചില്ലല്ലോ. ചത്തത് എങ്ങനെയാ പിന്നെ 3 പേരല്ലേ അവിടെ ജബ്ബാറിങ്ങി എന്ത് ചെറിയൊന്നും പറയണ്ട ഇപ്പൊ അല്ലാതെ മുമ്പിത്തല കാണിച്ചു നല്ല മുമ്പിത്തല കാണിച്ചു എനിക്ക് ഹലോ കൊച്ചുഞ്ഞ സോറിയാ നമ്മളങ്ങനെ ഇനീഷ്യലായിട്ട് എടാ നമ്മളാണ് ആ അരമണിക്കൂർ സിറ്റി വന്ന് കേറിയിട്ട് ഒരു വട്ടി ഇടിച്ചു നോക്കി അപ്പൊ പറയല്ലേ ഞങ്ങൾ കണ്ടു അങ്ങനെ ചെയ്യരുത് അത് ആരാണ് നിങ്ങക്ക് റാൻഡം ആയിട്ട് ആക്കാൻ സിറ്റുവേഷൻ ആയിട്ട് എടുത്തു കുഴപ്പമില്ല ഇതിപ്പോ നമ്മൾ ഗ്യാങ് ആണെങ്കിൽ കൂടി നിങ്ങൾ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്യാൻ മനസ്സിലായോ ബ്രോ സോറി അറിയാണ്ട് ചെയ്തു ബ്രോ നിക്ക് ബ്രോ ഒരു കാര്യം പറയണ്ടല്ലോ ഇങ്ങനെ നടന്നു നമ്മള് വണ്ടി മാസം മാറിപ്പോയി വലിയ കാലം മാസ് ഡയലോഗ് അടിച്ച് നടന്നു പോകുന്നു വണ്ടി വന്നിട്ട് അല്ല അവനും അവന്റെ കൂടെ ഉള്ളവരെല്ലാം എന്തേ ഗാങ്ങാ ഏത് ഗ്യാങ് അപ്പൊ അവിടെ MRC ആണെങ്കിൽ ആദ്യം അത് പഠിപ്പിക്കാൻ പറ അമ്മമാരോട് എന്തോ RP എന്നുള്ളത് ഒരു ടീമാ കുറച്ചു അഡ്മിനോട് തെറി പറഞ്ഞു ഇല്ല NB വേറെ അത് വേറെ അത് ആകെ ബിലാല് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ഒരു വണ്ടി ആൾക്കാരല്ലടാ സംഭവം ഉണ്ടല്ലോടാ എടാ